ഒരു ഡയലോഗ് പറയുന്നുണ്ട്. ജീവിതത്തിൽ ഇന്നേ വരെ പിതാവേ എന്ന് വിളിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത അങ്ങയുടെ പുത്രൻ സേവ്യറിനെ നിത്യകാലം പിതാവേ എന്ന് വിളിക്കാനുള്ള ഭാഗ്യം അവന് പ്രദാനം ചെയ്യണമേ. അവസാനം വേണു മരിച്ച് ഈ പാട്ട് വന്നപ്പോൾ ഈ ആളുകളൊക്കെ കാണാൻ വന്നിരുന്ന ആളുകൾ കണ്ണ് തുടച്ചു, കരഞ്ഞു. പിന്നെ 4 ദിവസമേ വേണു ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് അറിയാമായിരുന്നു പോകേണ്ട സമയമായി എന്ന്. ഞങ്ങളെടുത്ത ആദ്യത്തെ സിനിമയാണ് വിട പറയും മുമ്പേ. ആ കാലഘട്ടത്തിൽ സുകുമാരന് വെച്ച റോളാണ് നസീർ സാർ ചെയ്തത്. കാരണം സുകുമാരൻ ആ സമയത്ത് ഒഴിവുണ്ടായിരുന്നില്ല. നസീർ സാറാണെങ്കിൽ 75,000 രൂപ വേണം എന്ന് പറഞ്ഞിട്ട് 60,000 കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനി എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. നമ്മൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ എന്തായാലും ആ സിനിമയിൽ അതിൻ്റെ ഒരു ക്ലൈമാക്സ് സീനുണ്ട്. കടപ്പുറത്താണ്. നെടുമുടി വേണു മരിക്കാൻ കിടക്കുകയാണ്. സേവ്യർ എന്ന് പറയുന്ന കഥാപാത്രം. അപ്പം അദ്ദേഹം മരിക്കാൻ വേണ്ടി കിടക്കുമ്പോൾ ആ കടപ്പുറത്ത് അയാളിങ്ങനെ ശ്വാസമൊക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ അറിയാത്ത വിധത്തിൽ വിടുന്നു. ഈച്ചകൾ വരെ വന്ന ആർക്കുണ്ട്. കാരണം അവിടെ ഉണ്ടായിരുന്നൊരു കുടിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഞങ്ങളുടെ പാത്രങ്ങളൊക്കെ കഴുകാനുള്ളൊരു തമിഴ് സ്ത്രീ ഉണ്ട് അവിടെ. ആ സ്ത്രീ അപ്പോൾ എല്ലാവരും ഈ ജനൽ എന്ന് പറഞ്ഞാൽ ഒരു മുളവടി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ജനൽ, ഓല ഷെഡ്, ഓല കൊണ്ടുള്ള വാതിൽ ഇങ്ങനെ മാറ്റി വയ്ക്കുന്നത്. പ്രേം നസീറുണ്ട്, പിന്നെ ലക്ഷ്മിയുണ്ട്, അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ്. നെടുമുടി വേണു കിടക്കുന്നു മരിക്കാൻ. അപ്പോൾ പള്ളിയിൽ അച്ഛൻ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. ജീവിതത്തിൽ ഇന്നേ വരെ പിതാവേ എന്ന് വിളിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത അങ്ങയുടെ പുത്രൻ സേവ്യറിനെ നിത്യകാലം പിതാവേ എന്ന് വിളിക്കാനുള്ള ഭാഗ്യം അവന് പ്രദാനം ചെയ്യണമേ എന്ന് പറഞ്ഞിങ്ങനെ അവസാനത്തെ വാഴ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ഈ ജനലിലും ഇവിടെ വേണുങ്ങനെ അങ്ങനെ ആയി ആ ശ്വാസം ഇങ്ങനെ നിന്ന് ഇത്രയായി കഴിഞ്ഞ്. അങ്ങനെ റിഹേഴ്സൽ കണ്ടമാനം എടുക്കാൻ പറ്റിയൊരു സംഭവമല്ല അത്. ഞാൻ ആ സമയത്ത് അവിടെയുള്ളവർ കരഞ്ഞു. അവിടെ നിൽക്കുന്ന നമുക്കറിയാം ഇത് അദ്ദേഹം അഭിനയിക്കുകയാണ്, പക്ഷേ ഞങ്ങളാണ് നിർമ്മാതാക്കൾ, നമ്മളാണ് പണം മുടക്കിയിട്ടുള്ളത്. ആ ജനലിൽ നിൽക്കുന്ന അവിടെ അടുത്തുള്ള കുടിലുകളിലുള്ള അവരൊക്കെ കരഞ്ഞ് കണ്ണ് തുടയ്ക്കുക. കാരണം അവർക്കൊന്നും ഷൂട്ടിംഗ് ആണെങ്കിലും ഒരു വളരെ ഇതായിട്ടുള്ള നിലയ്ക്കാണ് തോന്നിയത്. അങ്ങനെ വേണു മരിച്ചു കഴിഞ്ഞപ്പോൾ യു രാജഗോപാലാണ് ക്യാമറമാൻ. അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, രാജേട്ടാ എനിക്ക് ഭയമായിരുന്നു. അതെന്താ? അല്ല, അദ്ദേഹം അഥവാ മരിച്ചു ആ സമയത്ത് നിങ്ങൾ കട്ട് ചെയ്യരുത്, നിങ്ങൾ കട്ട് ചെയ്യുന്നുള്ള പേടി എനിക്കുണ്ടായിരുന്നു. എന്താ അങ്ങനെ പറഞ്ഞു? അല്ല, പിന്നെ നമുക്ക് ഇതുപോലൊരു സീൻ കിട്ടില്ല. അയാൾ എൻ്റെ കയ്യിൽ പിടിച്ച്, കാരണം ഈ സമയത്തൊന്നും ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യം. ഇത് ഞാൻ വേണുവിനോട് പറഞ്ഞപ്പോൾ വേണു എന്നെ പിടിച്ചിട്ട് പറഞ്ഞോളൂ, ഒരു കച്ചവടക്കാരൻ്റെ മനസ്സ് എന്താണെന്ന് തനിക്കറിയാം, അതുകൊണ്ടാണ് താനത് പറഞ്ഞത്, തൻ്റെ മനസ്സിലുള്ളതല്ല. ഞാൻ പറഞ്ഞല്ല, ഒരു ബിസിനസ്സുകാരൻ കടം വാങ്ങി പണം കൊണ്ടുവന്ന് സിനിമ പിടിക്കുന്നവൻ്റെ സ്ഥിതി ഇതാണ്. അത് കഴിഞ്ഞു വേണു അവിടെ വെച്ച് മരിക്കുന്നു. ആ അവസാനത്തെ പാട്ടുണ്ട്. മരണം കഴിഞ്ഞാൽ ഒരു ഗാനം, അനന്ത സ്നേഹത്തിൻ ആശ്വാസം പകരും പനിനീർ വെഞ്ചരിപ്പ്
ഈ പാട്ടാണ്. ഇത് കേൾക്കുന്നതോടിട്ട് അവിടെയുള്ള ഒരു കരയാണ്. ഇത് തിയേറ്ററിൽ നമ്മളൊരു പ്രീവ്യൂ ഷോ ഇട്ടു. എവിടെ? തിരുവനന്തപുരത്ത്. ആ പ്രിവ്യൂ ഷോ ഇട്ടിട്ട് ഈ പാട്ട് അവസാനം വേട് മരിച്ച് ഈ പാട്ട് വന്നപ്പോൾ ഈ ആളുകളൊക്കെ, കാണാൻ വന്നിരുന്ന ആളുകൾ കണ്ണ് തുടച്ചു, കരഞ്ഞു. തിയേറ്ററിൽ കരച്ചിൽ തുടങ്ങുമ്പോൾ നമുക്കറിയാം ആദ്യം ഉണ്ടാവുക ഇങ്ങനെയായിരിക്കും ഓഡിയൻസ്. കാരണം ഈ കണ്ണുനീര്, സലൈവ, അതിങ്ങനെ ഒതുക്കാനുള്ളൊരു മാർഗമാണതൊക്കെ. അത് കഴിഞ്ഞ് കരച്ചിൽ വന്നപ്പോൾ ഞാൻ വാസ്തവത്തിൽ ചിരിച്ചു. വേറൊന്നുകൊണ്ടല്ല, കാശ് കിട്ടുമെന്ന് മനസ്സിലായി. ഇവർ കരഞ്ഞാലേ നമുക്ക് കാശ് കിട്ടുള്ളൂ എന്ന് ഉറപ്പാണ്. അപ്പോൾ എന്തായാലും ആ വിട പറയും മുമ്പേ ആ ഗാനം ഇതൊക്കെ വേണു ഞാനായിട്ട് അത്രയും അടുപ്പാണ്. സ്വകാര്യങ്ങൾ മുഴുവൻ ഒരുപാട് ഞങ്ങൾ തമ്മിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു എഴുത്തുകാരനാവാൻ എന്നെ പ്രേരിപ്പിച്ചതിലൊരു പങ്ക് വേണുവിനുണ്ട്. വേണുവിനോട് പറയാറുണ്ട്, എടോ ഈ പറയുന്നതൊക്കെ ഒരു കടലാസിൽ എഴുതിക്കൂടെയെന്ന്. ഞാൻ പറഞ്ഞു അതിനുള്ള ക്ഷമ എനിക്കില്ല, ഉണ്ടാവണം എന്ന് പറഞ്ഞ ആളാണ് അയാൾ. അപ്പം അദ്ദേഹം ഒരു മരിക്കുന്നതിൻ്റെ ഒരു 4 ദിവസം മുമ്പ് നമ്മൾ മനസ്സിലാക്കണം, വിട പറയും മുമ്പേ എന്ന് പറയുന്ന സിനിമയിലെ ആ ഗാനം എൻ്റെ ഫോണിൽ എനിക്ക് അയച്ചു തന്നിരിക്കുകയാണ്. അദ്ദേഹം മരിക്കുമ്പോൾ അന്ന് യേശുദാസ് പാടിയ അനന്ത സ്നേഹത്തിൻ ആശ്വാസം പകരും പനിനീ വെഞ്ചരിപ്പ്. പിന്നെ 4 ദിവസമേ വേണുണ്ടായിരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് അറിയാമായിരുന്നു പോകേണ്ട സമയമായി എന്ന്.